എങ്ങനെ പണമുണ്ടാക്കാം, അതെങ്ങനെ സേവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരുടെയും സ്വപ്നമാണ് പണമുണ്ടാക്കുക എന്നത്. എന്നാൽ ഭൂരിഭാഗം പേരും അതിൽ പരാജയപ്പെടുന്നു. അതിനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് എങ്ങനെ പണമുണ്ടാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊന്നും അറിയില്ല എന്നതുകൊണ്ടാണ്. നമുക്കിവിടെ നോക്കാം അതിനുള്ള ചില വഴികളെക്കുറിച്ച്. പണക്കാരനാകാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കൃത്യവും വ്യക്തവുമായ ഒരു പ്ലാനിംഗ് ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ധനികനാകാൻ കഴിയുകയുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര സമ്പാദിക്കണം, ആ പണം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം, എത്ര തുക സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. അടുത്തത് കൃത്യമായ ഒരു ബജറ്റിംഗ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു മാസം ലഭിക്കുന്ന വരുമാനത്തിൻ്റെയും നിങ്ങൾ ഒരു മാസം ചെലവഴിക്കുന്ന തുകയുടെയും കൃത്യമായൊരു കണക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. നിങ്ങൾക്കെപ്പോഴും പണം ചെലവഴിക്കുന്ന കാര്യത്തിലല്ല, അത് സമ്പാദിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത്. അതുപോലെ തന്നെ ആ കണക്കുകൾ നിങ്ങൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുകയും വേണം. പണത്തെ നിക്ഷേപിക്കാൻ ശീലിക്കുക എന്നതാണ് അടുത്ത പടി. നിക്ഷേപത്തിനുള്ള ഒട്ടനവധി അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. എങ്കിലും ദീർഘകാലയളവിൽ നിങ്ങൾക്ക് നേട്ടം തരുന്ന വിധത്തിലുള്ള നിക്ഷേപം നടത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട കാര്യം, നിക്ഷേപം നടത്താനായി നിങ്ങൾ ഒരിക്കലും കടമെടുക്കരുത് എന്നതാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾ നിക്ഷേപം നടത്താവൂ. നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുക എന്നതാണ് അടുത്ത നടപടി. നിങ്ങൾക്ക് ഒരേ വരുമാനം വെച്ച് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഓരോ വർഷവും ചെലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതിനാൽ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പണക്കാരനായി മാറാൻ കഴിയും.